ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്കിനി നമ്മുടെ ഇന്നലെ ആണെങ്കിൽ വെബ് ടെക്നോളജിയുടെ ഒരു പബ്ലിക് ലൈവ് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് അതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെന്റ്. എങ്ങനെയാണ് ഒരു HTML പ്രോഗ്രാം റൈറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആ ടാഗ്സിന്റെ ഒക്കെ പ്രത്യേകത എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഏകദേശം എന്താണ് HTML പ്രോഗ്രാംസ് എല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഇതാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് HTML ഡോക്യുമെന്റ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിനകത്ത് ആദ്യം എന്താണ് നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു, ദെൻ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ദെൻ ഈ HTML ടാഗ് ആണ് നമ്മുടെ HTML ഡോക്യുമെന്റ് പ്രൈമറി ടാഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാഗ് ആണ് നമ്മൾ HTML ടാഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. യെസ്, HTML ടാഗ് ഓപ്പൺ ചെയ്തു, ദെൻ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡ് സെക്ഷൻസിനകത്ത് ടൈറ്റിൽ കൊടുക്കും. നിങ്ങൾ ഇനി ജാവാസ്ക്രിപ്റ്റ് കൂടെ പഠിക്കും. ഇന്നലെ നമ്മൾ യുവ ബാച്ചിൽ പഠിച്ചായിരുന്നു അല്ലേ, നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് കൂടെ പഠിക്കും അല്ലേ. അപ്പൊ ഹെഡ് ടാഗിനകത്ത് സ്ക്രിപ്റ്റ് കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും, ദെൻ പിന്നെയാണെങ്കിൽ സ്റ്റൈൽസുകളൊക്കെ കൊടുക്കും. CSS സ്റ്റൈൽസുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഇവിടെ കൊടുക്കാറുണ്ട്, ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ട് ബേസിക് പ്രോഗ്രാം ആയതുകൊണ്ട് ടൈറ്റിൽ മാത്രമേ കൊടുത്തുള്ളൂ കേട്ടോ. അപ്പൊ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വെബ് പേജിനകത്ത് ടൈറ്റിലായിട്ട് വരാനല്ല, നമ്മുടെ ടൈറ്റിൽ ബാർ ഉണ്ട്, സ്ക്രോൾ ബാർ എന്നൊക്കെ പറയും കേട്ടോ. അപ്പൊ ആ സ്ക്രോൾ ചെയ്യുന്ന അവിടെ ഒരു പേര് ഡിസ്പ്ലേ ആയിട്ട് വരില്ല. ഇപ്പൊ google.com എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളിപ്പം സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ എന്ന് മാത്രം എന്താണ് ടൈറ്റിൽ വരും കേട്ടോ. അപ്പൊ അത്തരത്തിൽ ടൈറ്റിൽ ബാർ കൊടുക്കുന്ന ഒരു പേരാണ് നമുക്ക് ടൈറ്റിൽ ടാഗിൽ കൊടുക്കുന്നത് കേട്ടോ. ടൈറ്റിൽ ബാർ കൊടുക്കുന്ന പേരാണ് ടൈറ്റിൽ ടാഗ് കൊടുക്കുന്നത്. ദെൻ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, കാരണം ഹെഡ് സെക്ഷൻസിനകത്ത് ഈ ടൈറ്റിൽ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ബോഡി സെക്ഷൻ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്, ആ വെബ് പേജിന്റെ ബോഡി സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ബോഡി സെക്ഷൻസുകളെല്ലാം കൊടുത്തു. ദെൻ ബോഡിക്കകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് ഇറങ്ങുന്ന ബോഡി സെക്ഷൻ എന്ന് പറഞ്ഞല്ലേ. യെസ്, എന്നിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ് ബോഡി ടാഗിനകത്ത് ബോഡി ടാഗിന്റെ എന്ത് കണ്ടൻസ് ടേബിൾ ആയിക്കോട്ടെ, ലിസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ യുവ ബാച്ചിൽ പഠിച്ചിട്ടുണ്ട്, വെബ് ഡിസൈനിങ് യൂസ് HTML പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തും ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളും ഇപ്പം പാരഗ്രാഫ് ടാഗ് ആയിക്കോട്ടെ, P ടാഗ് ആയിക്കോട്ടെ, എന്ത് കണ്ടൻസ് ആണെങ്കിലും എവിടെ വരത്തുള്ളൂ മക്കളെ, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബോഡി സെക്ഷനിലേ വരത്തുള്ളൂ കേട്ടോ. യെസ്, എന്നിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ടാഗ് ക്ലോസ് ചെയ്യുക. കാരണം ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും ക്ലോസ് ചെയ്യണം. ഏത് ടാഗുകൾ, കണ്ടെയ്നർ ടാഗ് ആണെങ്കിൽ മാത്രം കണ്ടെയ്നർ ടാഗ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അതിലൊരു മാറ്റം കേട്ടോ, ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും ചോദിക്കും, സാറേ എന്താണ് അപ്പോൾ ഈ ടാഗ് എന്ന് പറഞ്ഞാൽ, ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാഗ് വയ്ക്കും. എന്താ ടാഗ് എന്ന് പറഞ്ഞാൽ? ടാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ HTML ഡോക്യുമെന്റിൽ യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ടാഗ് എന്ന് പറഞ്ഞത് കേട്ടോ. ടാഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ടാഗ് ആണെങ്കിൽ കൊടുക്കുന്നത് എങ്ങനെയാ മക്കളെ? നമ്മുടെ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗിന്റെ ക്ലോസിംഗിന്റെ ഇടയ്ക്കായിരിക്കും ടാഗിന്റെ പേര് കൊടുക്കേണ്ടത്. ഇതെല്ലാം ടാഗ് എല്ലാം പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതായത് നമുക്ക് സ്വന്തമായിട്ട് പേര് കൊടുക്കാൻ പറ്റത്തില്ല. പ്രീ ഡിഫൈൻഡ് പേരുകളൊക്കെ HTML എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് പേരാണ്. അപ്പൊ അത് ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പണിംഗിന്റെ ക്ലോസിംഗിന്റെ ഇടയ്ക്ക് കൊടുത്തു. ഈ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പൊ ടാഗ് തന്നെ 2 ടൈപ്സ് ഉണ്ട്, കണ്ടെയ്നർ ടാഗും ഉണ്ട്, MD ടാഗും ഉണ്ട്. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് ഒരു ടാഗിന് ഓപ്പണിംഗ് ടാഗ് ഉണ്ട്, ക്ലോസിംഗ് ടാഗ് ഉണ്ട്. അതിനെന്ത് വിളിക്കാം? കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ബോഡി ടാഗ് ഓപ്പണിംഗ് ഉണ്ട്, അതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതുപോലെ സ്ലാഷ് ഇട്ടാൽ അത് ക്ലോസ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. ടാഗ് ഡു നോട്ട് റിക്വയർ ക്ലോസിംഗ് ടാഗ്. ടാഗിനാണെങ്കിൽ ഒരിക്കലും ക്ലോസിംഗ് ടാഗ് ഇല്ല. ഒരു ടാഗിന് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, അതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല എങ്കിൽ അതിനെ എന്ത് വിളിക്കാം? നമുക്ക് MD ടാഗ് ആണ്, MD ടാഗ് എന്ന് വിളിക്കും അല്ലേ. യെസ്, MD ടാഗ് എന്ന് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ BR ടാഗ് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, HR ടാഗ് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, IMG ടാഗ് ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ടാഗിന് എന്ത് വിളിക്കാം? MD ടാഗ് ആണ്, MD ടാഗ് എന്ന് വിളിക്കാൻ പറ്റുന്നതാണ്, MD ടാഗ് എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് കണ്ടെയ്നർ ടാഗും MD ടാഗ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. അതായത് നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ടാഗിന് നമ്മൾ എക്സ്ട്രാ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ടാഗിന് ഓൾറെഡി ഒരു ഫീച്ചർ ഉണ്ട്, ആ ഒരു ടാഗിന് ഇപ്പോൾ ഒരു യൂസർ ഉണ്ട്. ഇപ്പോൾ ടേബിൾ ടാഗ് ആണെങ്കിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ അതല്ലാതെ എനിക്കിപ്പോൾ തന്നെ ആ ടേബിളിന് കുറെ കളർ കൊടുക്കണം, അതിന്റെ സൈസ് ചേഞ്ച് ചെയ്യണം. അപ്പൊ എക്സ്ട്രാ കുറെ ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കണം. അപ്പൊ എക്സ്ട്രാ കുറെ ഫീച്ചേഴ്സ് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്റർ ആണ് മക്കളെ എന്ത്? ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ. കളർ, മെഷർമെന്റ്സ്, ലൊക്കേഷൻ, അലൈൻമെന്റ് അല്ലെങ്കിൽ മറ്റുള്ള അപ്പിയറൻസിനെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ പറഞ്ഞ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ. ആട്രിബ്യൂട്ട് എപ്പോഴും എന്താ, ആ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്താ മക്കളെ, ആ ടാഗിന്റെ പേര് കൊടുത്ത് ദെൻ ആട്രിബ്യൂട്ടിന്റെ പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബോഡി ടാഗിന്റെ ആട്രിബ്യൂട്ട് ആണ് BG കളർ. ഇപ്പൊ BG കളർ = യെല്ലോ കൊടുത്തു.
ഓക്കെ, അപ്പൊ അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി മക്കളെ, ബോഡി ടാഗ് ബോഡി സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അത് മാത്രമല്ലാതെ എന്ത് ചെയ്തു മക്കളെ, അതിൽ മാത്രമല്ലാതെ ആ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കി. അതിനുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന് യൂസ് ആരാണ്, ഈ പറഞ്ഞ ആട്രിബ്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഇത്രയല്ല, ഇനി ഇതിൽ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇതിൽ കൂടുതൽ വീഡിയോസിന് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എന്താ മക്കളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ബൈ.